മുടിയുടെ ആരോഗ്യം പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. മുടികൊഴിച്ചിലും മുടിയുടെ ആരോഗ്യവും പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം പോലും ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ഈ അവസ്ഥയിൽ അതിനെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ചർമ്മാരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് അൾട്രാവയലറ്റ് രശ്മികൾ. എന്നാൽ ഇത് മുടിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം നിസ്സാരമല്ല. മുടിക്ക് തിളക്കം നഷ്ടപ്പെടുത്തുകയും നിറത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ബ്യൂട്ടി പാർലറിൽ കയറിയിറങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ പരിഹാരം കണ്ടെത്താം. മുടിയിൽ സൂര്യപ്രകാശം ദോഷകരമായ ഫലങ്ങളാണ് നൽകുന്നത്. ഇത് മുടിയോടൊപ്പം തലയോട്ടിയെയും നശിപ്പിക്കുന്നുണ്ട്. പലർക്കും ഇതൊരു പുതിയ അറിവാകാം. എന്നാൽ സത്യത്തിൽ ഇത് വേനലിൽ വളരെ ക്രൂരമായാണ് മുടിയെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ സ്വാഭാവികതയെ നശിപ്പിച്ച് മുടി വരണ്ടതും പെട്ടെന്ന് പൊട്ടുന്നതും ആക്കി മാറ്റുന്നു. തലയോട്ടിയിൽ വരെ സൂര്യാതപം ഉണ്ടാക്കുന്നതിന് ഇത് പലപ്പോഴും കാരണമാകുന്നു. എന്നാൽ ഇനി അല്പം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെ വീട്ടിൽ തന്നെ ഒതുക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഹെയർ സൺസ്ക്രീൻ മുടിയെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 കപ്പ് വെള്ളവും 1 ചെറുനാരങ്ങ നീരും എടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പുറത്തു പോകുന്നതിന് മുൻപ് ഇത് മുടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്യണം. 1/2 മണിക്കൂർ മുൻപെങ്കിലും ഇത് മുടിയിൽ സ്പ്രേ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മുടിക്ക് തിളക്കം വർദ്ധിപ്പിക്കുകയും മുടിയെ വരൾച്ചയിൽ നിന്ന് സംരക്ഷിച്ച് ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു. കറ്റാർവാഴ ചർമ്മത്തിനും മുടിക്കും നൽകുന്ന ഗുണങ്ങൾ ഒട്ടേറെയാണ്. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ, അല്പം അവക്കാഡോ, അല്പം കറ്റാർവാഴ ജെൽ എന്നിവ മിക്സ് ചെയ്ത് നല്ലതുപോലെ സ്പ്രേ ബോട്ടിലിൽ സൂക്ഷിക്കുക. പുറത്തു പോകുന്നതിന് മുൻപ് ഇത് നിങ്ങൾക്ക് തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത് മുടിയിൽ 15 മിനിറ്റ് വെക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 1 തവണ ഇത് ഉപയോഗിക്കാം. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.